ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു നാടൻ പലഹാരമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാനൊരു കടായിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളയ്ക്കാറായി വരുമ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇപ്പം വെള്ളവും നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ്. ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വെള്ളം എടുത്ത അതേ അളവിൽ തന്നെയാണ് അരിപ്പൊടിയും എടുത്തേക്കുന്നത്. ഇത് നമ്മൾ സാധാരണ വെളിയിൽ നിന്ന് വാങ്ങുന്ന അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ വാങ്ങുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ഒന്നുകൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പൊടി ഒന്നുകൂടി ഒന്ന് വറുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എത്രത്തോളം പൊടി എടുക്കുന്നോ അതിനനുസരിച്ച് പൊടി എടുക്കുന്ന അതേ അളവിൽ തന്നെ വെള്ളം എടുക്കണം. അപ്പം കറക്റ്റ് വരുമായിരിക്കും. പിന്നെ ചില പൊടിയുടെ അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വെള്ളത്തിൻ്റെ ചെറിയ വ്യത്യാസം വരും. അത് നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പച്ചയായിട്ട് പൊടി എങ്ങും ഇരിക്കാതെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അതൊന്ന് റെഡി ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിനായിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് തേങ്ങ ചിരകിയതാണ്. 2 പിടി തേങ്ങ ചിരകിയതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ശർക്കര ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കരയും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഈ ഫില്ലിങ്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ സാധാരണ ശർക്കരയും തേങ്ങയും കൂടെ ഇതുപോലെ ചൂടാക്കാതെ നമ്മൾ തയ്യാറാക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതേ രീതിയിലൊന്ന് ചൂടാക്കിയിട്ട് ചേർക്കുമ്പോൾ കേട്ടോ. ഇനി നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനൊരു 2 പിടി തേങ്ങയും അതേ അളവിൽ തന്നെ ശർക്കരയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്ത അവലാണ് ചേർക്കുന്നത്. അവലും അതുപോലെ 1 പിടി അവലാണ് ചേർത്തേക്കുന്നത്. ഒരുപാട് അവല് ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഈ ശർക്കര കൊണ്ട് തന്നെ ഈ അവല് നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്താൽ ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോഴേക്കും ഈ അവലും നന്നായിട്ട് തന്നെ നനഞ്ഞ് കിട്ടും. ദാ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇനി ചേർക്കുന്നത് ചെറിയ ജീരകം പൊടിച്ചതാണ്. ജീരകം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഈ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അവലൊക്കെ നന്നായിട്ട് നനഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മാത്രം മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ആ ഒരു നേരം കൊണ്ട് തന്നെ നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചതൊക്കെ അത് നല്ലതുപോലെ ഒന്ന് ചൂടൊക്കെ ഒന്ന് മാറിയ ശേഷം ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ചൂടുണ്ടെന്നാലും കേട്ടോ, നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ആ ഒരു പരുവാകുമ്പോഴേക്കും കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇനി നമുക്ക് മാവ് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാവുന്നതാണ്. അതിന് ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല, കുറച്ച് പച്ചവെള്ളം ഒന്ന് തളിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ നെയ്യൊക്കെ ഇതിലേക്ക് ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. നല്ല ടേസ്റ്റും ആയിരിക്കും ഇതിന്. ഇപ്പോൾ ദാ ഈ ഒരു രീതിയിൽ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മളിതുപോലെ തുറന്ന് വെച്ച് കൊടുക്കരുത് കേട്ടോ. തുറന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയിട്ട് പോകും. ഇനി നമുക്കൊരു സേവനാഴിയാണ് വേണ്ടത്. സേവനാഴിയിലേക്ക് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ മാവൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് പീച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് ഇതിനകത്തേക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, കാരണം നമ്മുടെ മാവ് നല്ലതുപോലെ സോഫ്റ്റായിട്ടാണ് കിട്ടിയേക്കുന്നത്. കുറേശ്ശെ എടുത്തിട്ട് നമുക്കിതിലേക്കൊന്നും നിറച്ച് കൊടുക്കാം. ഒരുപാട് നിറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സ്ഥലം വിട്ട ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ഫില്ല് ചെയ്യാവൂ കേട്ടോ. ഇപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പീച്ച് എടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മളിത് പീച്ച് എടുക്കുന്നത്.
ഇതേ രീതിയിൽ 2 ലെയറോട് കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരുപാട് ലേയേഴ്സ് ആവരുത് കേട്ടോ. അപ്പോൾ ഇത് വേവാനൊക്കെ ഒരുപാട് സമയം എടുക്കും. കനം കുറച്ചിട്ട് ഈ ഒരു രീതിയിൽ വിട്ട് വിട്ട് ഇല കാണുന്ന രീതിയിൽ വേണം നമ്മളിതിലേക്ക് പീച്ചെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ 3 ഇലയിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പോഴേ വളരെ കനം കുറച്ച് നിരത്തി വേണം നമ്മളിത് ചെയ്ത് തന്നെ കേട്ടോ. ഒരുപാടങ്ങ് ഇതിൻ്റെ മുകളിൽ നമ്മളിത് പീച്ച് ഇടരുത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്സ് ഒക്കെ ഇപ്പോൾ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ ഞാൻ നടുക്ക് മാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. ഒരുപാട് സൈഡിലോട്ടൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ അവല് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇത് ചൂടാകുമ്പം ശർക്കരയൊന്നും ഉരുകി ഇത് വെളിയിലേക്കൊന്നും വരികയില്ല. ഇനി ഇതാണ്ട് ഇതേ രീതിയിൽ ഇതൊന്ന് മടക്കി ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ എൻഡ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മളിത് ഇലയൊന്നും മാറ്റുന്നില്ല. ഞാനതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇതൊന്ന് തുറന്നതാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ കിട്ടും. സൈഡ് ഇതേ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. എന്നും നമ്മൾ സാധാരണ രീതിയിലൊക്കെ അട ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ എല്ലാം നല്ല ഇതേ രീതിയിലൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് ആവിയിലാണ് തയ്യാറാക്കുന്നത്. കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സ്റ്റാൻഡും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്ത ശേഷം പിന്നീട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കുക്ക് ചെയ്യാവുന്നതാണ്. ഇതാ കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അടയൊക്കെ ഇവിടെ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരിപ്പൊടിയിൽ നമ്മൾ ചെയ്തത് കൊണ്ട് തന്നെ ആദ്യം കുറച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കും ചൂടോടുകൂടി കേട്ടോ. ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഇത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.